ഹായ് ഫ്രണ്ട്സ്, എൻ്റെ സ്വർണം 3 മക്കൾക്ക് പാല് കൊടുക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. ഞാനിന്ന് ഇന്നലെ ഇടണമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല. ഒരു പ്രധാന കാര്യം, ഇതാ ഈ ആദ്യം കാണുന്ന 2 കുഞ്ഞുങ്ങളും നല്ല ഹെൽത്തിയാണ്. അവർ നന്നായിട്ട് പാല് വലിച്ചു കുടിക്കും നല്ല പ്രഷറിൽ. പക്ഷെ അങ്ങ് അറ്റം കാണുന്ന ആളെ കണ്ടോ, അതിൻ്റെ ഈ വാലിൻ്റെ ആ ഭാഗം കുറച്ച് തേമ്പിയതുപോലെയാണ്. എന്തോ ഒരു ബലമില്ലായ്മ പോലെ. ഇവരുടെ വയറ് നല്ല വീർത്തിരിക്കും, എപ്പോഴും ദേഹം ചൂടാണ്, വയറ് ദമ്മനായിരിക്കും. പക്ഷെ അത് എപ്പോഴും സ്കിന്നെല്ലാം വലിഞ്ഞ് വയറൊന്നും വീർത്തിട്ടല്ലാതെ അവിടെ ഒരു ഒരു ഒടിവ് പോലെയാണ്. അത്ര ആരോഗ്യമുള്ള കുഞ്ഞല്ല. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസവും ഈ കുഞ്ഞ് അധികം പാല് കുടിച്ചിട്ടേ ഇല്ല. ഞാൻ തള്ളേരെടുത്ത് എടുത്ത് വെക്കും, അത് എങ്ങോട്ടോ പോവും, അത് പാല് വലിക്കുന്നേ ഇല്ലായിരുന്നു. പക്ഷെ ആദ്യത്തെ ദിവസം കൊണ്ട് എനിക്കൊന്നും കൊടുക്കാനോ ഒന്നും ഒന്നും ആദ്യത്തെ ദിവസം പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തള്ളേരെ പാല് തന്നെ കുടിക്കട്ടെന്ന് കരുതി മാക്സിമം കാമ്പ് പിടിച്ച് വിരലിൽ വെച്ചിട്ട് കൊടുത്തിട്ട് പോലും അത് ചപ്പുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് 2 ഡോക്ടർമാരും രാത്രിയിൽ ഫോൺ എടുത്തില്ല. അങ്ങനെ ആ കുഞ്ഞിൻ്റെ സ്കിന്നെല്ലാം വലിഞ്ഞ് ഒരു ആരോഗ്യവും ഇല്ല, ദേഹമൊക്കെ തണുത്ത് ഐസ് പോലെ ഇരുന്ന്. അങ്ങനെ എനിക്ക് ചത്തുപോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം തള്ളയും അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. അതിനെ മാത്രം ഞാൻ മറ്റു കുഞ്ഞുങ്ങളെ മാറ്റി അതിനെ മാത്രം വെച്ച് പാല് കൊടുക്കുമ്പം തള്ള എഴുന്നേറ്റ് പോകും. കാരണം തള്ളയ്ക്കറിയാം അനാരോഗ്യമുള്ള കുഞ്ഞിനെ തള്ളയും മൈൻഡ് ചെയ്യൂല. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ മാത്രമേ തള്ളയും ശ്രദ്ധിക്കൂ. എല്ലാ മൃഗങ്ങളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ എനിക്ക് തോന്നി എന്തായാലും ചത്തുപോകും. ഡോക്ടർമാരാരും ഫോണും എടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജായ സമയത്ത് എന്തോ വരട്ടെന്ന് കരുതി ഞാനൊരല്പം പഞ്ചസാരയും ഒരല്പം ഗ്ലൂക്കോസും കൂടെ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അത് അവർക്ക് ഈ പൂച്ചയ്ക്ക് കൊടുക്കുന്ന മിനിയേച്ചർ നിപ്പുണ്ട്, സിറിഞ്ചുണ്ട് എൻ്റെ കയ്യിൽ. അതിൽ ഞാൻ കുറച്ച് 1-2 ഡ്രോപ്പ്, എനിക്ക് കൂടുതൽ കൊടുക്കാൻ പേടിയായിരുന്നു. കാരണം ബൈ ബർത്ത് കുഞ്ഞായതുകൊണ്ട് എന്തെങ്കിലും ഇൻഫെക്ഷനോ വയറിളക്കോ വന്നാൽ പിന്നെ അതിനേക്കാളും ഗുരുതരമാവും. ചികിത്സിക്കാൻ പോലും പറ്റുന്ന പ്രായമല്ല. അങ്ങനെ ഞാൻ കൊടുത്തു. എന്തായാലും ചത്തുപോകുമല്ലോ, തള്ളയും പാല് കൊടുക്കുന്നില്ലെന്ന് കരുതി ഞാൻ കൊടുത്തിട്ട് അപ്പം ഈ കുഞ്ഞ് ഈ വെള്ളത്തിന് വേണ്ടി കിടന്ന് ഭയങ്കരമായിട്ട് കരയുന്നു. കരയുമ്പം തള്ള വന്ന് സങ്കടം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയി വീണ്ടും അതിൻ്റെ ബാസ്ക്കറ്റിൽ വെക്കും. പക്ഷേ പാല് കുടിക്കാൻ തള്ള പാലും കൊടുക്കൂല, പാല് പിടിച്ചു വെച്ചാൽ കുഞ്ഞ് കുടിക്കുകയില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി, നല്ല വിഷമമായി. എനിക്ക് ഭയങ്കര വിഷമമല്ല, നല്ല വിഷമമായി. അങ്ങനെ ഞാനെന്ത് ചെയ്ത് ഒരു 10 മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്തു. എന്ത് ചെയ്യും, കാരണം ലങ്സിൽ പോയാലോ അടുപ്പിച്ചടുപ്പിച്ച് കൊടുത്താൽ ഗ്യാപ്പിട്ട് കൊടുക്കാമെന്ന് കരുതി കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പൂച്ചക്കുഞ്ഞിനൊരു വല്ലാത്ത എനർജി. പിന്നെ അതൊരു മാരത്തൺ പാല് കുടിക്കുന്ന രംഗമാണ് ഞാൻ കണ്ടത്. 2 കാലും ഫ്രണ്ടിലെ കാലും കൂടെ ഇങ്ങനെ തള്ളി 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 സാധാ ഈ കുഞ്ഞുങ്ങൾ കുടിക്കുന്ന പോലെ നല്ല ഫോഴ്സിൽ കുറേ നേരം അതങ്ങ് പാല് കുടിച്ചു. അപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. ഞാൻ കരുതി പിറ്റേ ദിവസം വയറിളക്കം ആയിരിക്കുമെന്ന്, കാരണം എൻ്റെ ഗ്ലൂക്കോസ് ഉള്ളിലുണ്ടല്ലോ. പക്ഷേ ദൈവം സഹായിച്ച് ഒരു കുഴപ്പവും വന്നില്ല. ഇതെൻ്റെ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. ഒരുപക്ഷെ ഇവളിവിടെ പ്രസവിച്ചത് തന്നെ എനിക്ക് ഈ എക്സ്പീരിയൻസ് കിട്ടാനായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം അതൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് ഡോക്ടർ ഫോൺ എടുത്തത്, തിരിച്ചു വിളിച്ചത്. അപ്പം ഡോക്ടർ ഇതുപോലെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ഇതുപോലെ വിഷയം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, കൊടുത്തതിനൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ചില കുഞ്ഞുങ്ങൾക്ക് ഷുഗറിൻ്റെ കുറവ്, അതായത് ഇൻസുലിൻ, ഇത് എന്തെങ്കിലും അവരുടെ ശരീരത്തിലുള്ള വല്ല ആരോഗ്യക്കുറവ് കാരണം അതിന് ശരീരത്തിൽ ഷുഗറോ മറ്റെന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ മിനറൽസിൻ്റെ കുറവ് കാണും. അതിൻ്റെ ഒരു ക്ഷീണമായിരുന്നിരിക്കും അത് പാല് കുടിക്കാത്തത്. ഇപ്പോഴും അത് കാണാം, കണ്ടോ, അതിൻ്റെ വയറ് മാത്രം അവിടെ ഒരു ഒടിവ് പോലെ, ഇവിടെ ഒരു തേമ്പിയതുപോലെ, ഒരു ആരോഗ്യക്കുറവുള്ള പോലെയാണ് അതിൻ്റെ ബാക്ക്. മറ്റേ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല, നല്ല പുഷ്ടിയുള്ള കുഞ്ഞുങ്ങളാണ്. ചിലപ്പോൾ ഇളയതായിരിക്കും. എന്തായാലും നോക്കാം. അവൻ എല്ലാവരെയും പോലെ ഇഴയുന്നൊക്കെ ഉണ്ട്, ഹാൻഡിക്യാപ്ഡൊന്നും അല്ല, കുറച്ചുകൂടി ആകുമ്പോൾ അറിയാം. അങ്ങനെ ഇപ്പോൾ അവൻ പാല് കുടിക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ല, അവൻ്റെ തണുപ്പൊക്കെ മാറി. എന്നാൽ ഇവരത്ര ആരോഗ്യമില്ല. ഞാൻ പിന്നെ ഇന്നലെയും ഒരല്പം കൊടുത്തു കഴിയുമ്പോഴാണ് അവൻ കൂടുതൽ പാല് ശക്തിയോടെ വലിക്കുന്നത്. അതുവരെ അവനൊരു ശക്തി ഇല്ലാത്ത പോലെയാണ്. അപ്പോൾ അവൻ എന്തെങ്കിലും ഷുഗറിൻ്റെ കുറവുണ്ടാവും അവൻ്റെ ശരീരത്തിൽ. ഇപ്പോഴും അവൻ്റെ സ്കിന്നിങ്ങനെ വലിഞ്ഞ് കാണുമ്പോൾ ഞാൻ കൊടുക്കും. അപ്പോൾ അതെനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതുപോലെ പൂച്ചക്കുഞ്ഞുങ്ങളെ നോക്കുന്ന എല്ലാവർക്കും ഇതൊരു പുതിയ അറിവും പുതിയൊരു എക്സ്പീരിയൻസും ആയിരിക്കും. പക്ഷെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വളരെ ചെറിയ ഡ്രോപ്പ് മാത്രമേ കൊടുക്കാവൂ, അല്ലെങ്കിൽ ലങ്സിൽ പോവും, വിഷയമാവും. വളരെ സൂക്ഷിച്ച് മാത്രം മിനിയേച്ചർ സെർജിൽ മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്തായാലും അവന് ഞാൻ കൊടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വന്നില്ല.
ദൈവത്തിന് സ്തുതി. ഇപ്പോൾ അതാ ഒരു കാണാൻ ഒരു ആരോഗ്യവും കാഴ്ചയ്ക്കും ഒരു ഇതൊക്കെ ഉണ്ട്. മറ്റത് നീണ്ട് ഒറ്റ വര പോലെ കാണും, വയറിൻ്റെ ഭാഗമൊന്നും ഒരു വണ്ണമില്ല. ഇപ്പം നല്ലപോലെ അവരുടെ കൂടെ, മറ്റേത് എപ്പോഴും ഒറ്റപ്പെട്ട് കിടക്കും, അവരുടെ കൂട്ടത്തിൽ ഇല്ലാതെ ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്, ഇച്ചിരി ആരോഗ്യമായി അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. താങ്ക് യു.